ഈ പരസ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, പെനീസിന്റെ സൈസ് കൂട്ടാൻ വേണ്ടി ആയുർവേദത്തിലടക്കം മരുന്നുകൾ ഉണ്ട് എന്നൊക്കെ. ശരിക്കും ഇത്തരത്തിലുള്ള മരുന്നുകൾ, ഈ വയാഗ്ര പോലുള്ള മരുന്നുകൾ കഴിക്കുന്നത് എത്രത്തോളം സേഫാണ്? അങ്ങനെ ഒരു മരുന്ന് കഴിച്ചതിന് സൈസ് കൂട്ടാൻ പറ്റില്ല എന്നതാണ് ഫസ്റ്റ് വാസ്തവം. വയാഗ്രയൊക്കെ സഹായിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ഫ്ലോ കൂട്ടാനാണ്. ഓക്കെ. ബ്ലഡ് ഫ്ലോ കൂട്ടുന്ന സമയത്ത് ഒരു പ്രോപ്പർ ഇറക്ഷൻ കിട്ടുന്നു മാത്രം. പക്ഷേ ഇറക്ഷൻ്റെ കാരണം വയാഗ്ര കഴിച്ചു എന്ന് വെച്ചാൽ ഒരിക്കലും സാധനത്തിൻ്റെ നമുക്ക് ഡിസയർ ഉണ്ടാക്കുന്നില്ലെന്ന് പലർക്കും അറിയാൻ പാടില്ല. നമുക്ക് മനസ്സിലൊരു മൂഡ് വയാഗ്ര ക്രിയേറ്റ് ചെയ്യുന്നില്ല, ആങ്സൈറ്റി വയാഗ്ര മാറ്റുന്നില്ല, ബ്ലഡ് ഫ്ലോ കൂട്ടുന്നു എന്ന് മാത്രം. ബ്ലഡ് ഫ്ലോ കൂട്ടുമ്പോൾ കുറച്ചുകൂടി വലിപ്പം വയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഭയങ്കരമായ സൈഡ് എഫക്റ്റ് ഉള്ള സാധനമാണ് ഈ വയാഗ്ര എന്ന് പറഞ്ഞ സാധനം. പിന്നെ ആയുർവേദത്തെ ബ്രാൻഡിൽ ഇറങ്ങുന്ന മെഡിസിൻസ് എല്ലാം തന്നെ ഇതിലും ഡേഞ്ചറാണ്. കാരണം അതിൽ ഉപയോഗിക്കുന്ന ധാതു മിനറൽസ് എന്ന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു കണ്ടൻ്റ് അല്ലാത്ത ഈ സാധനം ഇത് കറക്റ്റായിട്ട് മിക്കവാറും പേര് ഇത് ഉപയോഗിക്കുന്നത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ കൊണ്ടൊന്നുമല്ല. ആരോ ഒരാൾ പേപ്പറിൽ പരസ്യം ചെയ്ത് എവിടെയെങ്കിലും ആഡ് കൊടുക്കുന്നു, ആഡ് കണ്ടിട്ട് വാങ്ങിക്കുന്നു, ഇതിന് അവന് ഇഷ്ടമുള്ള രീതിയിൽ വാങ്ങിക്കഴിക്കുന്നു, ഇത് പിന്നീട് കുഴപ്പത്തിലേക്ക് എത്തുന്നു. ഭയങ്കര ഇപ്പോൾ തുർക്കി ജാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ സമൂഹമായത്തിൽ ഒത്തിരി കാണാവുന്നതാണ്. തുർക്കി ജാം എന്ന് പറഞ്ഞാൽ ഈ ജാം മേടിച്ച് കഴിച്ചിട്ട് തുടക്കത്തിൽ ഇറക്ഷൻ കിട്ടുന്നത്. എന്തുകൊണ്ടാണ് ഇറക്ഷൻ കിട്ടുന്നത്? സിർട്ടനാഫീൽ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ പ്രോപ്പർട്ടീസ് അതിൽ ആഡ് ചെയ്യുന്നതായിട്ടാണ് കണ്ടുപിട്ടത്. ഈ സാധനം റൈറ്റ് ആയിട്ടുള്ള കണ്ടന്റ് ആയിട്ടല്ല ഉപയോഗിക്കുന്നത്. ഇത് വാരി കഴിച്ചിട്ട് ഇതിൻ്റെ കോംപ്ലിക്കേഷൻ അറിയുന്നില്ല, പിന്നീട് ഇറക്ഷൻ നഷ്ടപ്പെട്ട ഒത്തിരി പേരുടെ അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ വക സാധനങ്ങൾ ഉപയോഗിക്കരുതെന്നാണ് എനിക്ക് സജഷൻ ഉള്ളത്. വേണമെന്നുണ്ടെങ്കിൽ ഒരു റൈറ്റ് ഡോക്ടർ നിർദ്ദേശിക്കുമ്പോൾ ആ അളവിൽ മാത്രം ഉപയോഗിക്കണം.